പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഈ NS-ന്റെ +2 പൊളിറ്റിക്കൽ സയൻസ് ഹ്യൂമാനിറ്റീസിനും കോമേഴ്സിനും കൊടുക്കുന്ന പേപ്പറാണ്. അതിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 16ാമത്തെ ചാപ്റ്ററാണ് ലോക്കൽ ഗവൺമെന്റ്, അർബൻ ആൻഡ് റൂറൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ടും എഴുതുന്ന ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ ചെറിയ അപ്ഡേഷൻ ഉണ്ട്. അതായത് അവരുടെ മൊത്തം പാഠഭാഗത്തിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. അതിൽ വരുന്ന ചാപ്റ്ററുകളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2024 മുമ്പ് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ മുഴുവൻ ചാപ്റ്റർ പഠിക്കണം. ഈ 60% ബാക്കി വരുന്ന ചാപ്റ്റർ 40% നമുക്ക് അസൈൻമെന്റ് ചാപ്റ്ററാണ്, അത് പഠിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4, 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസാണ് നമ്മൾ ബോർഡിൽ എഴുതി ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. ഗൈഡ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏകദേശം ഒരു 11ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്? എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? അറിയാം, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ ഭരണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. പിന്നെ അതിന് താഴെ സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഈ ലോക്കൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അല്ലാതെ നമ്മുടെ ജില്ലാ തലത്തിൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന വിഭാഗമാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് രാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അധികാര വികേരണത്തിൻ്റെയും അതേപോലെ തന്നെ സ്വയം ഭരണത്തിൻ്റെയും പ്രാധാന്യം ഉൾക്കൊണ്ട നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ രാജ്യത്തെ സ്വതന്ത്ര ജനാധിപത്യ വ്യവസ്ഥയുടെ ആണ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ അവിടെ ഗവൺമെന്റിനെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഭരണം നടത്തുകയാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി അർബൻ ലോക്കൽ ഗവൺമെന്റ്? നഗരങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അതിൽ 1 മുനിസിപ്പൽ കോർപ്പറേഷൻ, 2 മുനിസിപ്പാലിറ്റി, 3 ടൗൺ ഏരിയ കമ്മിറ്റി, അടുത്ത നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി, അതേപോലെ തന്നെ അടുത്ത കന്റോൺമെന്റ്, അത് ബോർഡുകൾ, ടൗൺഷിപ്പുകൾ. ഇതാണ് നഗരങ്ങളിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ഹൗ മെനി ടൈപ്സ് ഓഫ് ലോക്കൽ ബോഡീസ് ആർ ദയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? അതിന്റെ ആൻസർ 3 തരം. 1, വൻ നഗരങ്ങളിലുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ, ഏറ്റവും വലിയ തദ്ദേശ ഭരണ സ്ഥാപനമാണ് ഇന്ത്യയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ. പിന്നെ അതിന്റെ തൊട്ട് താഴെ രണ്ടാമത് വരുന്നുള്ളത് ചെറു പട്ടണങ്ങളിലൊക്കെ കാണുന്ന മുനിസിപ്പാലിറ്റി. മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ട് താഴെ മുനിസിപ്പാലിറ്റീസാണ്. അതിന്റെ താഴെ മൂന്നാമത് വരുന്നതാണ് നഗരപഞ്ചായത്ത്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നഗരപഞ്ചായത്ത്, ഇതാണ് 3 തരം ഇന്ത്യയിലെ തദ്ദേശ ഭരണ സ്ഥാപനം. 4th ക്വസ്റ്റ്യൻ ചോദിക്കുക, നെയിം ദി 3 ടയർ സ്ട്രക്ചർ ഓഫ് പഞ്ചായത്ത് രാജ്? പഞ്ചായത്ത് രാജ് ഘടനയിലെ ത്രിതല പഞ്ചായത്തുകൾ ഏതൊക്കെയല്ലേ? പ്രാദേശിക സ്വയംഭരണ ലക്ഷ്യമിടുന്ന ത്രിതല സംവിധാനമാണ് ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. അതിൽ 3 തരം ത്രിതല പഞ്ചായത്തുകൾ. 1 ഗ്രാമപഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 വില്ലേജ്. ഇപ്പൊ ഏറ്റവും താഴെയുള്ളത് ത്രിതല പഞ്ചായത്ത്, ഏറ്റവും താഴെയുള്ളതാണ് ഗ്രാമപഞ്ചായത്ത്, അതിന് തൊട്ട് താഴെ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിൽ ജില്ല. ഇതിലൊക്കെ നമുക്ക് ഡെമോക്രാറ്റിക് ആയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്? പ്രാഥമിക തലത്തിൽ ജനങ്ങളിൽ നിന്ന് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെയാണ് പഞ്ചായത്ത് അഥവാ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രാദേശിക ആവശ്യങ്ങളും തദ്ദേശവാസികളുടെ സാമൂഹിക സൗകര്യങ്ങളും നിറവേറ്റുക. പിന്നെ അതിന് തൊട്ട് മുകളിലാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സമിതി പ്രധാനമായി സാമൂഹിക വികസന പദ്ധതികളാണ് ഇവരെ കൂടുതൽ ഊന്നൽ നൽകുന്നത്. പിന്നെ ഏറ്റവും മുകളിലാണ് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നുണ്ട്.
അടുത്ത അഞ്ചാമത്തെ ചോദ്യം, അനലൈസ് ദി റെക്കമെൻഡേഷൻസ് ഓഫ് ബൽവന്ത് റായ് മെഹ്തോ കമ്മിറ്റീസ് ആൻഡ് അശോക് മെഹ്ത കമ്മിറ്റി എന്നാണ്. ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയുടെയും അശോക് മെഹ്ത കമ്മിറ്റിയുടെയും പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയാണുള്ളത്? ഒന്നാമത് പറയുന്നത് ഗ്രാമതലം മുതൽ ജില്ലാതലം വരെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ പോലെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും. രണ്ടാമതാണ് പ്രാദേശിക സ്വയംഭരണ സംവിധാനങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് അധികാരങ്ങളും ചുമതലകളും അർത്ഥവത്തമായി കൈമാറ്റം ചെയ്യണം. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് അധികാരങ്ങളും ചുമതലകളും കൈമാറും. 3, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഫലപ്രദമായ ആവശ്യത്തിന് വിഭവങ്ങളില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. 4, സാമൂഹിക സാമ്പത്തിക പുരോഗതി ലക്ഷ്യമാക്കുന്ന എല്ലാ ആസൂത്രണ പദ്ധതികളുടെയും നടത്തിപ്പ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ. 5, അധികാരങ്ങളും ചുമതലകളും വിഭവങ്ങളും വർദ്ധിച്ച ചോദ്യത്തിന് വികേന്ദ്രീകരണത്തിനുള്ള സൗകര്യം ഒരുക്കുന്ന സംവിധാനമായിരിക്കണം പഞ്ചായത്ത് രാജ്. വികേന്ദ്രീകരണം എന്നുള്ള സംവിധാനം പഞ്ചായത്ത് രാജിലുമാണ്. അപ്പോൾ ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി ശുപാർശകൾ 1959 വികസന കൗൺസിൽ അംഗീകരിച്ചു. 1959 ഒക്ടോബറിൽ രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം തുടങ്ങി വെച്ചു. വൈകാതെ ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങൾ ആ മാർഗം പിന്തുടർന്നു. തുടർന്ന് മറ്റു സംസ്ഥാനങ്ങളിലും പഞ്ചായത്ത് രാജ് നടപ്പിലാക്കി. 1977 ഇന്ത്യ ഗവൺമെന്റ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാൻ അശോക് മെഹ്ത ചെയർമാനായി ഒരു കമ്മിറ്റി നിയമിച്ചു. 1978 അശോക് മെഹ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഭരണഘടന വികേന്ദ്രമായിരുന്നു അശോക് മെഹ്ത കമ്മിറ്റിയുടെ പ്രധാന ശുപാർശ. ത്രിതല പഞ്ചായത്തിന് പകരം ജില്ലാ പഞ്ചായത്തും മണ്ഡൽ പഞ്ചായത്തും അടങ്ങുന്ന ത്രിതല സമ്പ്രദായമാണ് കമ്മിറ്റി നിർദ്ദേശം. സ്വന്തം വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് പഞ്ചായത്തുകൾക്ക് കരം പിരിവ് അധികാരം നൽകണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്തിൽ അധികാര പങ്കാളിത്തത്തെ അനുവദിക്കാം എന്നായിരുന്നു മറ്റൊരു ശുപാർശ. എന്തായാലും ജനതാ ഗവൺമെന്റിന്റെ 1980 പതനത്തെ തുടർന്ന് വന്ന കോൺഗ്രസ് സർക്കാർ അശോക് മെഹ്ത കമ്മിറ്റി നടപ്പിലാക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് ആറാമത്തെ. വാട്ട് വെർ ദ മേജർ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്? 74-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് നഗര സ്വയംഭരണ സംവിധാനത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം? പഞ്ചായത്ത് രാജ് പുനഃക്രമീകരിച്ച് 1992 തന്നെ പാസ്സാക്കപ്പെട്ട 74-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ നഗരങ്ങളിലെ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആധുനീകരിച്ചു എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റികളുടെ ഘടന, അധികാരം, വരുമാന മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകളാണ് ഈ നിയമത്തിലുള്ളത്. ഒന്നാമത് പറയുന്നത് 3 തരം മുനിസിപ്പൽ സംവിധാനങ്ങളാണുള്ളത്. നഗരവൽക്കരിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ നഗരപഞ്ചായത്തുകൾ, ചെറുപട്ടണങ്ങളിൽ മുനിസിപ്പാലിറ്റി, വൻ നഗരങ്ങളിൽ കോർപ്പറേഷൻ, ഇങ്ങനെയാണ് വരുന്നത്. 5 വർഷ കാലാവധിക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതും സ്ഥിരതയും തുടർച്ചയുമുള്ള ഭരണ സംവിധാനമാണ് മുനിസിപ്പാലിറ്റിക്കുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കാനായി ഓരോ സംസ്ഥാനത്തും ഓരോ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിത ഉറപ്പുവരുത്താനായി ഒരു ധനകാര്യ കമ്മീഷൻ നിയമിക്കപ്പെടാനുള്ള വ്യവസ്ഥയുണ്ട്. ഓരോ സംസ്ഥാനത്തും മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്കും ജില്ലാ അടിസ്ഥാനത്തിലും ആസൂത്രണ ബോർഡുകൾ രൂപീകരിക്കാം. പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കും വനിതകൾക്കും നഗരസഭാ ഭരണസമിതികൾ സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. 7ാമത് പറയുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേയർ, ചെയർമാൻ തുടങ്ങിയ പദവികളിലും പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗങ്ങൾക്കും വനിതകൾക്കും സംവരണം ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇനി 7ാമത്തെ ചോദ്യമാണ്. ബ്രീഫ്ലി ഡിസ്കസ് ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് 73rd അമെൻഡ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ സവിശേഷതകൾ എന്തെല്ലാം? ജനാധിപത്യ അധികാര വികേന്ദ്രീകരണത്തിന്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു 1992 73-ാം ഭരണഘടനാ ഭേദഗതി നിയമം. പഞ്ചായത്ത് രാജ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഈ 73-ാം ഭരണഘടനയുടെ ലക്ഷ്യം. പഞ്ചായത്ത് രാജിന്റെ ത്രിതല സംവിധാനം നിലനിർത്തിയ പുതിയ നിയമം അതിന്റെ ഘടനയിലും രൂപത്തിലും ചുമതലകളും അധികാരങ്ങളിലും മാറ്റം വരുത്തി. ഒന്നാമത് പറയുന്നത് 73-ാം ഭേദഗതിക്ക് ശേഷം പ്രാദേശിക ഗവൺമെന്റിനെ കുറിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെട്ടു. 2, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നിലവിൽ വന്നു. 3, പ്രാദേശിക സമിതികൾ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനടക്കം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടു. 4, സ്ത്രീകൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രാദേശിക സമിതിയിൽ സംവരണം ഏർപ്പെടുത്തി. 5, പ്രാദേശിക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏൽപ്പിച്ചു. 6, പ്രാദേശിക സമിതികളിൽ പ്രമുഖ ജാതിക്കാർക്കും ജന്മിമാർക്കും ഉണ്ടായിരുന്ന പ്രാമുഖ്യം ഒരു പരിധിവരെ അവസാനിപ്പിച്ചു എന്നതാണ്.
ഇനി എട്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മുനിസിപ്പാലിറ്റി ആൻഡ് മുനിസിപ്പൽ സ്റ്റാഫ്. നമുക്കറിയാം, നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ രണ്ടാമത്തെ തലത്തിൽ കിടക്കുന്നതാണ് മുനിസിപ്പാലിറ്റി തലം. മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതിനടുത്ത് മുനിസിപ്പാലിറ്റിയാണ് ഇന്ത്യയിൽ കിടക്കുന്നത്. ആ മുനിസിപ്പാലിറ്റിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിർബന്ധിത ധർമ്മങ്ങളാണ്. കുടിവെള്ള വിതരണം, പൊതുനിരത്തുകളുടെ നിർമ്മാണം, സംരക്ഷണം, തെരുവിളക്കുകൾ സ്ഥാപിക്കുക, റോഡുകളുടെ ശുചീകരണം, പൊതു ആശുപത്രികളെ പിന്തുണക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് നടത്തൽ, ജനനമരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, തെരുവുകൾക്ക് പേരിടൽ, വീടുകൾക്ക് നമ്പർ ഇടൽ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് നിർബന്ധമാണ് മുനിസിപ്പാലിറ്റിക്ക്. രണ്ടാമത് പറയുന്നത് വിവേചനാസൂത്രിതമായ ധർമ്മങ്ങളാണ്. അപകടസ്ഥിതിയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക, പബ്ലിക് പാർക്കുകൾ, ലൈബ്രറികൾ, കാഴ്ച ബംഗ്ലാവ്, അതിഥി മന്ദിരങ്ങൾ, അനാഥങ്ങൾ എന്നിവ സ്ഥാപിച്ച് പരിപാലിക്കുക, കുറഞ്ഞ വേതനക്കാർക്ക് വീട് വെച്ച് നൽകുക, സർവേകൾ നടത്തുക, പൊതു സ്വീകരണങ്ങൾ സംഘടിപ്പിക്കുക, എക്സിബിഷനുകൾ നടത്തുക, മുനിസിപ്പൽ ജീവനക്കാർക്ക് ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക എന്നിവയാണ് വിവേചനം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മുനിസിപ്പൽ കൗൺസിലായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ഇന്ത്യയിൽ 1770 മുനിസിപ്പൽ കൗൺസിലുണ്ട്. സംസ്ഥാനങ്ങളിലെ മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നത്. പട്ടണങ്ങളിലെ ജനങ്ങളുടെ നിയമനിർമ്മാണ സഭയാണ് മുനിസിപ്പൽ കൗൺസിൽ. പ്രായപൂർത്തി വോട്ടവകാശം വഴി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതിലംഗങ്ങൾ. ചില സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. അംഗസംഖ്യ കൗൺസിൽ തോറും വ്യത്യസ്തമായിരിക്കും. 74 ഭരണഘടന ഭേദഗതി പ്രകാരം കൗൺസിലിന്റെ കാലാവധി 5 വർഷമാണ്. ഇനി എന്തൊക്കെയാണ് മുനിസിപ്പൽ ചെയർമാന്റെ ധർമ്മങ്ങൾ എന്നാണ്? കൗൺസിലർമാർ തങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗമാണ് മുനിസിപ്പൽ ചെയർമാൻ. കൗൺസിലിന്റെ കാലാവധി തന്നെയാണ് ചെയർമാന്റെയും കാലാവധി. കൗൺസിൽ യോഗങ്ങളിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകുന്നത് ചെയർമാനാണ്. മുനിസിപ്പാലിറ്റി ഭരണനിർവഹണത്തിനും സാമ്പത്തിക ക്രമീകരണത്തിനും ചെയർമാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് തന്നിശ്ചിതമായ കടമകൾ നിർവഹിക്കുകയും അധികാരങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യേണ്ടത് ചെയർമാന്റെ ധർമ്മമാണ്. മുനിസിപ്പാലിറ്റിയുടെ എല്ലാ രേഖകളും പരിശോധിക്കാനുള്ള അധികാരം ചെയർമാനുണ്ട്. പിന്നെ സെക്രട്ടറിയാണ്, അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. മുനിസിപ്പൽ കൗൺസിൽ ഒരു സ്ഥിരം സെക്രട്ടറിയോ എക്സിക്യൂട്ടീവ് ഓഫീസറോ നിയമിക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ ദൈനംദിന ഭരണ ചുമതല ആ ഉദ്യോഗസ്ഥനാണ്. ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരാണ് സെക്രട്ടറിയെ നിയമിക്കുന്നത്. ഈ അടുത്ത ചോദ്യമാണ് 9ാമത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? സംസ്ഥാന നിയമസഭ അംഗീകരിച്ച് നൽകുന്ന ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ രൂപീകരിക്കുന്നത്. നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്നത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. മറ്റേത് തദ്ദേശ സർക്കാരിനേക്കാൾ കൂടിയ തോതിലുള്ള സ്വയം ഭരണാധികാരം കോർപ്പറേഷന് ലഭ്യമാണ്. കോർപ്പറേഷൻ പൊതുവായ ഒരു കോർപ്പറേഷനും പ്രത്യേകമായുള്ള നിയമനിർമ്മാണം സംസ്ഥാനത്തിന് നടത്താവുന്നതാണ്. അതിൽ ഒന്നാമതാണ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. തദ്ദേശ നിയമനിർമ്മാണ സഭയാണ് കോർപ്പറേഷൻ കൗൺസിൽ. പൊതുജനാഭിപ്രായത്തെ സംയോജിപ്പിച്ച് നഗര നിയമങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് കൗൺസിലാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ നഗരാതിർത്തിയുള്ള വോട്ടർമാർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് കോർപ്പറേഷൻ കൗൺസിലിന്റെ അംഗങ്ങൾ. 74 ഭേദഗതി പ്രകാരം കൗൺസിലിന്റെ കാലാവധി 5 വർഷമാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി നഗരം നിരവധി വാർഡുകളായി വിഭജിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടി സംവരണം ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷന്റെ ധർമ്മങ്ങൾ ഒന്ന്, നിർബന്ധിത ധർമ്മങ്ങളാണ്. ശുദ്ധജല വിതരണം, ജലവിതരണ കേന്ദ്രങ്ങളുടെ നിർമ്മാണം, പരിപാലനം, വൈദ്യുതി വിതരണം, റോഡ് ഗതാഗതം, പൊതു നിരത്തുകളുടെ സംരക്ഷണം, വഴിവിളക്കുകൾ, ശുചീകരണം, പൊതു കക്കൂസുകളുടെയും മറ്റു നിർമ്മാണം, പരിപാലനം, ആശുപത്രികൾ പരിപാലിക്കൽ, മാതൃ ശിശു പരിപാലന കേന്ദ്രങ്ങൾ, പകർച്ചവ്യാധി നിരോധനം, കുത്തിവയ്പ്പ് നടത്തൽ, ജനമരണ രജിസ്റ്റർ ചെയ്യൽ, പൊതു ശ്മശാനങ്ങൾ സ്ഥാപിക്കൽ, പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം നടത്തൽ, അഗ്നിശമന സേന വിഭാഗം സ്ഥാപിക്കൽ, ഇതൊക്കെ കോർപ്പറേഷന്റെ നിർമ്മാണം. ഇതേപോലെ വിവേചനം അനുസരിച്ച് ചെയ്യേണ്ട ധർമ്മങ്ങളും കോർപ്പറേഷനുണ്ട്. പൊതു വിനോദ വിദേശ ഉദ്യാനങ്ങളുടെ നിർമ്മാണം, ലൈബ്രറികൾ, കാഴ്ച ബംഗ്ലാവുകൾ, കളിസ്ഥലങ്ങൾ എന്നിവയുടെ നിർമ്മാണം, അഗതികൾക്കും അംഗവൈകല്യർക്കുള്ള അഭയകേന്ദ്രങ്ങൾ, തെരുവ് നായകളുടെ സംരക്ഷണം, പൗരസ്ത്രീകളുടെ സംഘടന, വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, കെട്ടിടങ്ങളുടെയും ഭൂമികളുടെയും സർവേ, എക്സിബിഷനുകൾ, മേളകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ വിവേചനം അനുസരിച്ച് ചെയ്യേണ്ട ധർമ്മങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷന്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെ? ഒന്ന് പറയുന്നത് ധനാത്മക മാർഗങ്ങളാണ്. വസ്തുനികുതി, വാഹന നികുതി, വളർത്തുമൃഗങ്ങൾക്കുള്ള കരം, വിനോദ നികുതി, പരസ്യ നികുതി, തൊഴിൽ കരം, വിദ്യാഭ്യാസ കരം, തിയേറ്റർ നികുതി, വൈദ്യുതി ഉപയോഗത്തിനുള്ള വൈദ്യുതി വിൽപ്പനക്കുള്ള കരം തുടങ്ങിയവയൊക്കെ കോർപ്പറേഷന്റെ ധനമാർഗമാണ്. വസ്തു കൈമാറ്റം സംബന്ധിച്ച് നികുതി സംസ്ഥാനമാണ് പിരിക്കുന്നതെങ്കിലും കോർപ്പറേഷൻ അതിർത്തിയിൽ നിന്നും പിരിച്ചെടുത്ത തുക കോർപ്പറേഷന് നൽകുകയാണ് പതിവ്.
തുടങ്ങിയവയൊക്കെ കോർപ്പറേഷൻ്റെ ധനമാർഗങ്ങളാണ്. ലാസ്റ്റ് ചോദ്യമാണ്, വാട്ട് ആർ ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? അതിലൊന്ന് ഗ്രാമപഞ്ചായത്ത്, 2 അതിന് മുകളിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, 3 ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിലെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ളതാണ്. ജനങ്ങളെ നേരിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ സൗകര്യമൊരുക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഗ്രാമത്തിൽ താമസിക്കുന്ന എല്ലാ പ്രായപൂർത്തിയായ പൗരന്മാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു നിർമ്മാണ സമിതിയായി പ്രവർത്തിക്കുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലകളിൽ ഒന്ന് പറയുന്നത് നാഗരിക ചുമതലയാണ്. ശുചീകരണം, അഴുക്കുചാൽ പദ്ധതി, കുടിവെള്ള വിതരണം, തെരുവിളക്കുകൾ നടത്തുക, പൊതുവിധ തരത്തിലുള്ള നിർമ്മാണം, അതേപോലെ അനുയോജ്യമായ തൊഴിലുകളും പൊതുജനപ്രവൃത്തികളും നടത്തുക. ഇതേപോലെ ഭരണപരമായ ചുമതലകളുണ്ട് ഗ്രാമപഞ്ചായത്തിന്. നിയമപ്രകാരമുള്ള നികുതികൾ, വാടകകൾ, ഫീസുകൾ എന്നിവ ചുമത്താം, കുറ്റപ്പെടുത്തി ശേഖരിക്കുകയും ചെയ്യുക, ജനനം, മരണം, വിവാഹം അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുക, ഭൂപരിഷ്കരണ നടപടികൾ നടപ്പിലാക്കുക, പൊതു ടാങ്കുകളുടെ നിർമ്മാണവും പരിപാലനവും, ഗ്രാമത്തിലുള്ള സ്ഥലത്തിൻ്റെ മറ്റ് സമ്പത്തുകളുടെയും സഹകരണാടിസ്ഥാനത്തിലുള്ള മേൽനോട്ടം. ഇതേപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമ നടപടികളുണ്ട്. പ്രാഥമിക, സാമൂഹ്യ, തൊഴിൽപരമായ വിദ്യാഭ്യാസം നൽകുക, സ്ത്രീകൾക്കും വികലാംഗർക്കും ക്ഷേമ നടപടികൾ നടത്തുക, ജലസേചനം നടത്തുക, മെച്ചപ്പെട്ട കന്നുകാലികളുടെ മരുന്ന്, ചികിത്സ, കുത്തിവെപ്പ്, തരിശുഭൂമി കൃഷിക്കായി ഉപയോഗിക്കുക, ഗ്രാമീണ തോട്ടവിളകളെ പ്രോത്സാഹിപ്പിക്കുക, സഹകരണ അടിസ്ഥാനത്തിലുള്ള കൃഷിയും സഹകരണ സംരംഭങ്ങളും നടപ്പിൽ വരുത്തുക, മെച്ചപ്പെടുത്തുക, പൊതുനിരത്തുകളുടെ വിളക്കുകൾ സ്ഥാപിക്കുക. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണ്? സ്വത്തുക്കൾ, തൊഴിൽ മൃഗങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയ മറ്റ് സ്രോതസ്സുകൾ, നികുതിയിൽ നിന്നുള്ള വരുമാനം, ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായം അനുവദിക്കുന്നത്, പൊതു സംഭാവനകളും ഉള്ള ഇതൊക്കെ അതിൽ വരും. ഇനി ഗ്രാമപഞ്ചായത്തിന് അടുത്ത പഞ്ചായത്ത് രാജാണ് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എന്ന് പറയും. ഇതിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടയിലുമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് സമിതിയിലെ ഉദ്യോഗത്തിലെ പദവിയിലുള്ള അംഗങ്ങളാണ് പഞ്ചായത്ത് സമിതിയിലെ അധ്യക്ഷ സഭാപതി, പ്രമുഖ എന്നറിയപ്പെടുന്നത്. ഉപാധ്യക്ഷൻ, ഉപസഭാപതി എന്നാണ് അറിയുന്നത്. പഞ്ചായത്ത് സമിതിയുടെ ചുമതല എന്ന് പറയുന്നത് അവരുടെ പ്രദേശത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സംഘടിപ്പിക്കുക ചെയ്യുക, അവരുടെ പ്രദേശത്ത് വേണ്ടി ചില പ്രത്യേക പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുക, ഗ്രാമപഞ്ചായത്തുകൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിലനിർത്തുക, കൃഷിയുടെയും ജലസേചന സൗകര്യങ്ങളുടെയും വികസനം സാധ്യമാക്കുക. ഇതിൽ മൂന്നാമത്താണ് ജില്ലാ പരിഷത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് ജില്ലാ പരിഷത്ത്. ഇതിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുണ്ട്. പഞ്ചായത്ത് സമിതിയിലെ അധ്യക്ഷന്മാരാണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ. ആ ജില്ലയുടെ പാർലമെന്റ്, ലെജിസ്ലേറ്റീവ് അംഗങ്ങളും ജില്ലാ പരിഷത്തിലെ അംഗങ്ങളാണ്. അധ്യക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ജില്ലാ പരിഷത്തിന്റെ സഭാപതിയെ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് തിരഞ്ഞെടുക്കുന്നത്. ജില്ലാ പരിഷത്തിന് ഒരു സെക്രട്ടറി ഉണ്ട്. ഇനി ജില്ലാ പരിഷത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഉപദേശകം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നു. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ജില്ലാ പരിഷത്തിനെ ഏൽപ്പിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുന്നു. ജില്ലാ പ്ലാനുകൾ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കുന്നു. പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. പഞ്ചായത്ത് സമിതിയുടെ ബഡ്ജറ്റുകൾ പരിശോധിക്കുകയും അനുമതി നൽകുകയും ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചുള്ള ഫണ്ടുകൾ പഞ്ചായത്ത് സമിതിക്ക് വിതരണം ചെയ്യുന്നു. മൂന്നാമത് വികസനപരമായ ധർമ്മമാണ്. ജില്ലയുടെ വികസനം നിരീക്ഷിക്കുകയും ബ്ലോക്കുകളുടെ വികസന പദ്ധതികളും ആസൂത്രണം നടപ്പിലാക്കുക. പിന്നെ നഗരപരമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് സമിതിയുടെയും അതേ ചുമതല അതാത് റോഡ്, പാലം, പാർക്ക്, ജലസേചനം ഇതൊക്കെ പരിപാലിക്കുക. പിന്നെ ക്ഷേമപരമായിട്ടുള്ള ധർമ്മമുണ്ട്. മാർക്കറ്റുകൾ സ്ഥാപിക്കുക, ഉത്സവങ്ങളും മേളകളും സംഘടിപ്പിക്കുക, ലൈബ്രറികൾ, ആരോഗ്യ കേന്ദ്രം, ശിശു കേന്ദ്രം ഇതൊക്കെ വരും. ഇതേപോലെ മേൽനോട്ടപരമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രാദേശിക ഭരണസമിതി എന്ന നിലയിൽ ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സമിതികളിലൂടെ ആണ് പഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി ജില്ലാ പരിഷത്തിന്റെ ധനമാർഗങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന സർക്കാർ നിന്നുള്ള ധനസഹായമുണ്ട്. സംസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ടുകളുണ്ട്. സ്ഥല നികുതിയും മറ്റു നികുതിയിൽ നിന്നുള്ള പങ്കുണ്ട്. പഞ്ചായത്ത് രാജ് സമ്പ്രദായം മറ്റേത് ഭരണ സമ്പ്രദായത്തെയും പോലെ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും ദിനം പ്രതിയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ നിഷ്പക്ഷതയും ആശ്രയിച്ചിരിക്കും. ഉദ്യോഗസ്ഥന്മാരും സാധാരണ ജീവനക്കാരും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ കുറവും ഈ പ്രാദേശിക സംഘടനയുടെ സുഗമമായ പ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിക്കാവുന്നതാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചില പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജവഹർ റോസ് നഗർ യോജന പോലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതും ജില്ലാ പഞ്ചായത്താണ്. ഇത്രയാണ് ഇതിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4, 5 മാർക്ക് വരെ വരുന്നത്. ഇനി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.